മണിപ്പൂർ ഇംഫാൽ പ്രദേശത്ത് വസിക്കുന്ന ഹിന്ദു ഭൂരിപക്ഷ വിഭാഗമായ മേത്തീസ് ജാതിയിൽപ്പെട്ടവരെ പട്ടികവർഗത്തിൽ ഉൾപ്പെടുത്താനുള്ള കോടതി വിധി വന്നത് ഏപ്രിൽ 19-ാം തീയതിയായിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായുള്ള ഇവരുടെ ഒരു ആവശ്യമായിരുന്നു മേത്തീസിനെ പട്ടികവർഗത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത്. മണിപ്പൂർ ജനസംഖ്യയുടെ 60% വരുന്ന ഇവർ താഴ്വര പ്രദേശമായ മണിപ്പൂരിൻ്റെ തലസ്ഥാനമായ ഇംഫാലിലാണ് വസിക്കുന്നത്. ബാക്കിയുള്ള 40% വിവിധങ്ങളായ പട്ടികവർഗത്തിൽപ്പെട്ട ആദിവാസി ജനവിഭാഗങ്ങൾ മണിപ്പൂരിൻ്റെ 90% വരുന്ന മലമ്പ്രദേശത്താണ് വസിക്കുന്നത്. ക്രൈസ്തവ മതത്തിൽപ്പെട്ടവരാണ് അവരിൽ ഭൂരിപക്ഷവും. മണിപ്പൂരിലെ നിയമപ്രകാരം ആദിവാസികൾ താമസിക്കുന്ന മലമ്പ്രദേശങ്ങളിൽ ഭൂമി വാങ്ങുവാൻ ട്രൈബൽസ് അല്ലാത്തവർക്ക് അനുവാദമില്ല. എന്നാൽ കഴിഞ്ഞ മാസം വന്ന കോടതി വിധി ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും. മണിപ്പൂരിലെ സമ്പന്നവും രാഷ്ട്രീയത്തിലും ബിസിനസ് മേഖലയിലും ആധിപത്യമുള്ള മേത്തീസിന് മലമ്പ്രദേശത്ത് ഭൂമി വാങ്ങുവാനും താമസിക്കുവാനുമുള്ള അവകാശം ലഭിക്കുമെന്നതിനാലാണ് ഈ കോടതി വിധിക്കെതിരെ ആദിവാസി വിഭാഗങ്ങളിൽ നിന്ന് പ്രതിഷേധമുയർന്നത്. കുക്കു ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ടവരാണ് പ്രതിഷേധ നിരയിൽ മുന്നിലുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മണിപ്പൂർ സർക്കാർ ആദിവാസികൾ താമസിക്കുന്ന വനമേഖലകളെ റിസർവ്ഡ് ഫോറസ്റ്റ് ആക്കി മാറ്റുവാനുള്ള തീരുമാനവും തങ്ങളെ താമസ സ്ഥലങ്ങളിൽ നിന്ന് കുടിയിറക്കുവാനുള്ള ശ്രമമായിട്ടാണ് ആദിവാസികൾ കാണുന്നത്. ഈ ആശങ്ക നിലനിൽക്കെയാണ് മേത്തീസിനെ പട്ടികവർഗത്തിൽ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കോടതി വിധി വന്നത്. പലയിടത്തും ശാന്തമായി നടന്ന പ്രക്ഷോഭ പ്രകടനങ്ങൾ ചിലയിടങ്ങളിൽ അക്രമാസക്തമാവുകയും ഇത് ചേരിതിരിഞ്ഞുള്ള ആക്രമണങ്ങളിലേക്ക് വഴിതിരികുകയും ചെയ്തു. ഇതേ തുടർന്ന് ആരാധനാലയങ്ങളും ഭവനങ്ങളും ബിസിനസ് സ്ഥാപനങ്ങളുമെല്ലാം ആക്രമിക്കപ്പെട്ടു. ജീവഹാനികളുണ്ടായി. തീവയ്പും കൊള്ളിവയ്പുമെല്ലാം നിയന്ത്രണാതീതമായി തുടരവെയാണ് ക്രമസമാധാന പാലനത്തിനായി പട്ടാളത്തെ നിയോഗിക്കാൻ കേന്ദ്രം തീരുമാനിച്ചത്. ഇപ്പോൾ ആസാം റൈഫിളിൻ്റെ നിയന്ത്രണത്തിലാണ് മണിപ്പൂരിലെ സംഘർഷബാധിത പ്രദേശങ്ങളുള്ളത്. സ്ഥിതിഗതികൾ എത്രയും പെട്ടെന്ന് നിയന്ത്രണ വിധേയമായില്ലെങ്കിൽ വലിയ പ്രതിസന്ധികൾക്ക് സാധ്യതയുണ്ട്. ഇതേ വിഭാഗങ്ങളിൽപ്പെട്ടവർ അടുത്തുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുള്ളതുമൂലം സംഘർഷ സാധ്യത മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിക്കാം. സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകളുടെ കാര്യക്ഷമമായ ഇടപെടലുകളിലൂടെ ഇത്തരം ദുരന്തങ്ങളിലേക്ക് ഇത് വ്യാപിക്കാനിടയാകാതെ നിയന്ത്രണ വിധേയമാക്കപ്പെടട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കലാപബാധിത പ്രദേശങ്ങളിൽ സമാധാനം സംസ്ഥാപിക്കപ്പെടുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.